അങ്ങനെ ക്യാമ്പിൻ്റെ മൂന്നാമത്തെ ദിവസമായിരുന്നേ. രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ റെഡി ആയിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോഴത്തേനും ജൂനിയർ പിള്ളേരാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിലെ പൂക്കളൊക്കെ പൊഴിഞ്ഞ് കിടന്നൊക്കെ പറക്കി ഒരു മാല കൊടുത്തേക്കുന്നത് കണ്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് മെസ്സിലേക്കായിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും സോയാബീൻ കറിയൊക്കെ ആയിരുന്നു. അവരത് ഉണ്ടാക്കിക്കൊണ്ടൊക്കെ നിൽക്കുമായിരുന്നു ഇന്നത്തെ കിച്ചൺ ടീം. അങ്ങനെ ഞങ്ങൾ പെമ്പിള്ളേരെല്ലാം കൂടി ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിനും അഞ്ചു ആണെന്നുണ്ടെങ്കിൽ രാവിലെ കെട്ടിയ പൂ തലയിൽ വെച്ച് കെട്ടിക്കൊണ്ടൊക്കെ ഇങ്ങനെ വന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ടൊക്കെ. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അൻസ മിസ്സിൻ്റെ എൻട്രി ആയിരുന്നു. മിസ് ഇങ്ങനെ വന്ന് അങ്ങനെ മിസ്സിനോടൊക്കെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നപ്പോഴത്തേക്കിനും ഫുഡ് കഴിക്കാൻ സമയമായി. അങ്ങനെ ഞങ്ങൾ പോയി ചപ്പാത്തിയും സോയാബീൻ കറിയൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇന്നത്തെ ഷെഡ്യൂൾ പ്രകാരമുള്ള ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ടായി. ഇന്നാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ക്ലാസ് എടുക്കാൻ വന്നത് മൗണ്ടൈനറായിട്ടുള്ള ഷെയ്ഖ് ഹസൻ ഖാൻ സാറാണ്. വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് സാറിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് കിട്ടിയത്. സാറാണെന്നുണ്ടെങ്കിൽ ഒരു ബുക്ക് എഴുതിയായിരുന്നു, ഒരു മനുഷ്യൻ 7 കൊടുമുടികൾ എന്ന പേരിൽ. അപ്പോൾ ഇത് ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നല്ല ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു ബുക്കാണ്. അങ്ങനെ ഞങ്ങളുടെ പ്രോഗ്രാം ഓഫീസറായിട്ടുള്ള സുഭാഷ് സാർ ആണെന്നുണ്ടെങ്കിൽ ആ ബുക്ക് മേടിച്ച് സാറിനെ കൊണ്ട് ഒപ്പിടിപ്പിച്ചൊക്കെ മേടിച്ചു. അതിൻ്റെ ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ അശ്വിനി ആണെന്നുണ്ടെങ്കിൽ സാറിൻ്റെ ഒരു ചിത്രം വരയ്ക്കുകയും ചെയ്തു. പിന്നെ NSS യൂണിറ്റ് ഭാഗത്തു നിന്ന് സാറിന് ഒരു ഗിഫ്റ്റും ഒക്കെ കൊടുത്തു. പിന്നെ സാറിൻ്റെ ഒപ്പ് മേടിക്കാനുള്ള തിരക്കായിരുന്നു. അന്നേരത്തേന് ചോറ് കഴിക്കാനും ടൈമായി. ചോറും ബീട്രൂട്ട് തോരനും മോരുകറിയും അച്ചാറും ഒക്കെ ആയിരുന്നു കഴിക്കാനെ കൊണ്ട്. ഉച്ച കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലാസ്സും കൂടെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചും ഈറ്റിംഗ് ഹാബിറ്റ്സിനെ കുറിച്ചും ഒക്കെ ഉള്ള ഒരു അവയർനെസ് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോക്ടറിൻ്റെ ഒരു ക്ലാസ്. ഇലന്തൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ ഡോക്ടർ ബിന്ദു മാം ആയിരുന്നു ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നത്. ഇത് ഞങ്ങളുടെ പ്രോഗ്രാം ഓഫീസർ സുഭാഷ് സാറ്. വൈകുന്നേരം ആയപ്പോഴത്തേക്കിന് അൻസ മിസ് തിരിച്ചുപോയി. പിന്നെ ആണെന്നുണ്ടെങ്കിൽ കുളിക്കാനൊക്കെ ഉള്ള ഓട്ടത്തിലായിരുന്നു എല്ലാവരും. രാത്രിയിലത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്ന് അത്രയൊക്കെ ഉള്ളൂ. തത്താ ബൈ, സി യു.